കെ ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. വേൾഡ് ജോഗ്രഫിയിൽ ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള പൊല്യൂഷൻസ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യം, അതായത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. റോബർട്ട് സ്വാന്റെ ഒരു വളരെ നല്ലൊരു കോട്ട്, വളരെ നല്ലൊരു കോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് സംവൺ എൽസ് വിൽ സേവ് ഇറ്റ്. നമ്മുടെ ഈ ഒരു എർത്ത് എന്ന പ്ലാനറ്റിന്റെ ഏറ്റവും വലിയൊരു ത്രെറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, ബാക്കി ആരെങ്കിലും വന്നതിനെ പ്രൊട്ടക്ട് ചെയ്തോളും, നമ്മളല്ല വേറെ ആരെങ്കിലും വന്ന് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള ഓരോരുത്തരുടെയും ആ ഒരു ചിന്താഗതി, അതാണ് നമ്മുടെ ഏറ്റവും വലിയ, ഈ ഒരു ഭൂമിയുടെ ഏറ്റവും വലിയ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് റോബർട്ട് സ്വാൻ ആണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടല്ലേ. ഓരോ വ്യക്തിയും, ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട, ആരെങ്കിലും ഒക്കെ വന്ന് ഈ ഒരു ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്തോളും എന്നുള്ളൊരു ചിന്താഗതി. ആ ഒരു ഇതാണ് നമുക്ക് ഈ ഒരു കോട്ടിലൂടെ കാണാൻ കഴിയുന്നത്. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന്. ഇത് പറഞ്ഞിരിക്കുന്നത് UN കാലാവസ്ഥാ വ്യതിയാനത്തെ, അത് UN കാലാവസ്ഥാ വ്യതിയാനത്തിനെയാണ് ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ UN നിർവചനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി, അത് മനുഷ്യന്റെ, അതായത് മാൻമെയ്ഡ് ആവാം, മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ സ്വാഭാവികമായ വ്യതിയാനങ്ങൾ കൊണ്ടോ ദീർഘകാലമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് ആര് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്? UN ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ ആകാം. അത് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ദശലക്ഷ വർഷത്തിന്റെ ആ ഒരു കാലയളവ് വരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിന്റെ കാലയളവിനെ പറ്റി പറയാൻ പറ്റും. അപ്പൊ UN ഡെഫിനിഷനും ആ ഒരു വർഷങ്ങളുടെ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഇപ്പൊ എക്കോസിസ്റ്റം നമ്മളെല്ലാം ബാധിക്കുന്നതാണ്. അപ്പൊ എക്കോസിസ്റ്റത്തിനെ സാരമായിട്ട് എന്ത് ബാധിക്കുന്നുണ്ട്? ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നുണ്ട്. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ, കാലാവസ്ഥയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അന്തരീക്ഷത്തിന്റെ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, പ്രസിപ്പിറ്റേഷൻ, ആർദ്രത, ഇത് ഹ്യൂമിഡിറ്റി, ഇതൊക്കെയാണ് കാലാവസ്ഥയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥ. ഇത് നമുക്ക് പറയാം, നമുക്ക് കേരളത്തിൽ പോലും മഴ കിട്ടുന്നതായാലും വേനൽക്കാലമായാലും എല്ലാം ആ ഒരു സീസൺസിലൊക്കെ തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ മഴ കിട്ടുന്നത്, ആ ഒരു പ്രസിപ്പിറ്റേഷനിലുള്ള മാറ്റം, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയിലുള്ള മാറ്റം, അല്ലെങ്കിൽ നമുക്കിപ്പോ ചൂട് എന്ന് പറയുന്നത് പണ്ടുള്ള കാലത്തെ ആ ഒരു സമ്മർ സീസണല്ല നമുക്കിപ്പോ ഉള്ളത്. അപ്പൊ ഈ ഒരു ചൂട്, അതായത് അന്തരീക്ഷ താപത്തിലുള്ള മാറ്റം, ഇതിലെല്ലാം വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് എന്തിലേക്ക് കാരണമാകുന്നത്? കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് അവിടെ മനസ്സിലാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതാകാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആയിരിക്കാം ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. പല ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രജന്യമെന്നും ഭൗമജന്യമെന്നും ഇതിനെ തരംതിരിക്കാൻ പറ്റും. ജ്യോതിശാസ്ത്രജന്യമെന്നും ഭൗമജന്യമെന്നും തരംതിരിക്കാം. സൂര്യകളങ്ക പ്രവർത്തനങ്ങളോട് അനുബന്ധമായിട്ടുള്ള സൗരോർജ്ജ വ്യതിയാനമാണ് ജ്യോതിശാസ്ത്രജന്യ കാരണങ്ങൾക്ക് ആധാരമെന്ന് പറയുന്നത്. സൂര്യനിലുള്ള കറുത്തതും തണുത്തതും, അതായത് കാരണങ്ങൾ നോക്കുമ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിനെ തരംതിരിക്കാൻ പറ്റുന്നത്. ഭൗമജന്യമെന്നും അതുപോലെ ജ്യോതിശാസ്ത്രജന്യം എന്നും പറയാം. ഏതിൽ നിന്നാണ് ഉറവിടം, ആ ഒരു ഇത് വെച്ചിട്ടാണ്. അത് ജ്യോതിശാസ്ത്രജന്യമാണ്, ഭൗമജന്യമാണ്. ഇനി എന്താണ് ഈ ഒരു ജ്യോതിശാസ്ത്രജന്യം എന്ന് പറയുന്നത്? സൂര്യകളങ്ക പ്രവർത്തനങ്ങളോട് അനുബന്ധമായ സൗരോർജ്ജ വ്യതിയാനമാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ ആ ഒരു വ്യതിയാനമാണ് ജ്യോതിശാസ്ത്രജന്യ കാരണങ്ങൾക്ക് ആധാരമാകുന്നത്. സൂര്യനിലുള്ള കറുത്തതും തണുത്തതുമായ കളങ്കശലകങ്ങളാണ് അതായത് സോളാർ വിൻഡ് എന്ന് പറയുന്നത്. ഇവ ചാക്രികമായി കുറയുകയും കൂടുകയും ചെയ്യുന്നത്, അതായത് ഒരു സൈക്ലിക് ആയിട്ട് ഇത് കൂടുകയും ഇത് കുറയുകയും ചെയ്യാറുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണം അനുസരിച്ച് സൂര്യകളങ്കങ്ങൾ കൂടുമ്പോൾ, ഇത് എപ്പോഴാണോ ഇത് ഇൻക്രീസ് ചെയ്യുന്നത് ആ സമയത്ത് മഴയും തണുപ്പും കൂടും. അതുപോലെ തന്നെ കൊടുങ്കാറ്റുണ്ടാകാനുള്ള ഒരു ചാൻസും ആ ഒരു സമയത്തുണ്ട്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ വിൻഡ് കൂടുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഇത് നേരെ മറിച്ച് ഇത് കുറയുന്ന സമയത്ത്. ഇത് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷകർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺക്ലൂഷനാണ്. ഇനി ഈ ഒരു സൂര്യകളങ്കങ്ങൾ എണ്ണത്തിൽ കുറയുമ്പോൾ, അത് ഡിക്രീസ് ചെയ്യുമ്പോൾ വരണ്ട ചൂടുള്ള കാലാവസ്ഥയാണ്. അത് വരണ്ട ചൂടുള്ള, ഇത് കൂടുമ്പോൾ
മഴയും കാറ്റും കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഇത് കുറയുമ്പോൾ വരണ്ട ചൂടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ സവിശേഷതകളുടെ വ്യതിയാനത്തിലുള്ള ആവർത്തനം, ഭൂമിയുടെ ഉലച്ചിൽ, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതായത് ആക്സിസിന്റെ ചരിവിലുണ്ടാകുന്ന ആ ഒരു ഇൻക്ലിനേഷന്റെ ആ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്നിവ അനുമാനിച്ചുകൊണ്ടുള്ള മറ്റൊരു ജ്യോതിശാസ്ത്ര സിദ്ധാന്തമാണ് മിലൻകോവിച്ച് ആന്തോളനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ സവിശേഷതകളുടെ വ്യതിയാനത്തിലുള്ള ആവർത്തനം, ഭൂമിയുടെ ഉലച്ചിൽ, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഈ ഒരു വ്യതിയാനങ്ങളെയൊക്കെ അനുമാനിച്ചുകൊണ്ട് മറ്റൊരു ജ്യോതിശാസ്ത്ര സിദ്ധാന്തമാണ് ഇതെന്ന് പറയുന്നത് മിലങ്കോവിച്ച് ആന്തോളനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവ ഭൂമിയിലേക്കുള്ള സൗരവികിരണത്തിന്റെ അളവിനെയും തൽഫലമായി കാലാവസ്ഥേനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റ് കാരണങ്ങൾ, കുറച്ച് കാരണങ്ങൾ നമ്മൾ നോക്കി. നമുക്ക് നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, കുറെ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് കോസസ് എന്നൊക്കെ നോക്കുക. അതായത് വനനശീകരണം, നമ്മൾ വനം മൊത്തം വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ എണ്ണ ഖനനം, വ്യവസായവൽക്കരണം, അഗ്നിപർവ്വത സ്ഫോടനം നടക്കാറുണ്ട്, സമുദ്രജല പ്രവാഹങ്ങൾ, ഇതെല്ലാം എന്തിനു കാരണമാകാറുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകാറുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു കാരണം. സൂക്ഷ്മധൂളികൾ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് അന്തരീക്ഷത്തിലെത്തുന്നു. ഇവ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ സൗരവികിരണം ഭൂമിയിലെത്തുന്നതിനെ തടയുന്നു. ആഗോളതാപനത്തിന് ഹേതുവാകും വിധം ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നു എന്നതിനാലാണ് കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത്. അതാണ് ഹരിതഗൃഹവാതകങ്ങളിൽ ഒരുപാട് പുറന്തള്ളപ്പെടുമ്പോൾ. എന്താണ് ഈ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് സൗരവികിരണത്തെ അന്തരീക്ഷം കടത്തിവിടുകയും ദീർഘതരംഗ രൂപത്തിലുള്ള ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യുന്ന വാതകങ്ങളെയാണ് ഹരിതഗൃഹവാതകം. അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ, തിരിച്ചു പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ തിരിച്ച് എന്തായിട്ട് പോകും, ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലോങ് വേവ് ടെറസ്ട്രിയൽ റേഡിയേഷനെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്ത് പിടിച്ചു വെക്കും. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഇതിനെ അബ്സോർബ് ചെയ്യുന്ന ഗ്യാസസ്, അതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥെയ്ൻ, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, N2O, ഓസോൺ, O3 എന്ന് പറയുന്നത്. ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷനെ പിടിച്ച് അബ്സോർബ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ അത്തരത്തിൽ അബ്സോർബ് ചെയ്യുന്ന ഗ്യാസസുകളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഹരിതഗൃഹ പ്രവാഹം, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റും ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമവികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രവാഹം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന ചൂട് തിരിച്ച് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് ഫുള്ളി അങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള, അതായത് ഭൂമിയുടെ ഇവിടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു ചൂട് കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ചൂട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എഫക്ട്, അതായത് ഗ്രീൻ ഹൗസസ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഗ്രീൻ ഹൗസ് പോലെ ഇവിടെ ആക്ട് ചെയ്യുന്നത്, അതാണ് ആ ഒരു എഫക്റ്റിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹ വാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകാറുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രവാഹം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കും. ഇത് ഒരുപാട് ഗ്യാസുകൾ കൂടുമ്പോൾ മനുഷ്യന്റെ പല പ്രവർത്തികാലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ കൂടുന്നുണ്ട്. അതെന്തിലേക്ക് നയിക്കുവാണ്, ടെമ്പറേച്ചർ, അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്ന് ഖരമാലിന്യങ്ങളിൽ നിന്നൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലോബൽ വാർമിംഗ് വലിയൊരു രീതിയിൽ ഒരു സ്വാധീനം ചെലുത്താറുണ്ട്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ SCERT ഒരു ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അതായത് ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഈ ഒരു നമ്മുടെ ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പല വർഷം പല സ്ഥലങ്ങളിലാണ്. അപ്പൊ അവരെന്തൊക്കെയാണ് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതും എന്നും പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ലോക കാലാവസ്ഥാ സംഘടന 1950 ജനീവയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാലാവസ്ഥ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റോക്ക്ഹോം സമ്മേളനം, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1972 സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്ത് തന്നെയാണ് പരിസ്ഥിതി പരിപാലനവും വികസനവുമാണ് അവരുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത്.
ഇനി നമുക്കറിയാം എർത്ത് സബ്മിറ്റ് ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനറോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 1997 ക്യോട്ടോയിൽ വെച്ച് നടന്നതാണ്. അവിടെ എന്ന് പറയുന്നതിന്റെ അവിടെ എന്തായിരുന്നു അവരുടെ ഇടപെടലുകൾ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് അല്ലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അന്തരീക്ഷത്തിൽ അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അവരുടെ ഇടപെടലുകൾ. ഇനി എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? 1987 മോൺട്രിയൽ വെച്ച് നടന്നതാണ്. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ അളവിനെ പരിമിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ കുറച്ച് ഇടപെടലുകൾ എന്ന് പറയുന്നത്. ഇനി പാരീസ് ഉടമ്പടി 2015 പാരീസിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. എവിടെ വെച്ചിട്ട് തന്നെയാണ്? പാരീസിൽ വെച്ചിട്ട് തന്നെയാണ്. ആഗോള താപവർദ്ധനവ് കുറയുക, അതായത് ഗ്ലോബൽ വാർമിംഗ്, അതായത് കുറയ്ക്കുക, ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കുക പാരീസ് ഉടമ്പടിയുടെ ഒരു ഇടപെടലാണ്. ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലം കൊണ്ട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക എന്നൊക്കെയായിരുന്നു പാരീസ് ഉടമ്പടി 2015. ഇനി G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ നടന്നു. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥാ ധനകാര്യം, അതുപോലെ തന്നെ സമഗ്ര വികസനം, ഇതൊക്കെയായിരുന്നു അതിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് 2023 ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള G20 ഉച്ചകോടിയുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കാൻ. ക്യോട്ടോ പ്രോട്ടോകോൾ വർഷം ഓർത്ത് വെച്ചിരിക്കുക 1997, എന്നാൽ 1987 മോൺട്രിയൽ ആയിരുന്നു. മോൺട്രിയൽ എന്ന് പറഞ്ഞാൽ ഓസോൺ ലെയേഴ്സിനെ എന്തെങ്കിലും ബാധിക്കുന്ന, ഏതെങ്കിലും ഒരു രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പദാർത്ഥം ഉണ്ടെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ക്യോട്ടോ പ്രോട്ടോകോൾ ആണെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെത്. ഭൗമ ഉച്ചകോടി നടന്നത് 1992 റിയോ ഡി ജനറോയിലായിരുന്നു വെച്ച് നടന്നത്. അവിടെ അവർ UN അജണ്ട 21 വരെ തയ്യാറാക്കിയത് ആ സമ്മേളനത്തിലായിരുന്നു. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കും. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങൾ, ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഈ ഒരു ചൂട് കൂടുന്നത്, ഒരു സമ്മർ സീസണിലൊക്കെ ചൂട് കൂടുന്നത്, പലർക്കും കിണറ്റിൽ വെള്ളമില്ല അല്ലെ, അതൊക്കെ നമ്മൾ സ്വയം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് വരൾച്ച, പിന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് പ്രളയം എന്ന് പറയുന്നത്, അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ മരുഭൂവൽക്കരണം, മഞ്ഞുരുകൽ, അതുപോലെ സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം, കാലാവസ്ഥാ കുടിയേറ്റം, ഇതെല്ലാം എന്താണ് ഈ ഒരു ഇതിന്റെ അനന്തര ഫലങ്ങളാണ്. ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ഇങ്ങനെയുള്ള ഫലങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതിൽ തന്നെ പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങളുമാണ്. നമുക്ക് നോക്കാം ഓസോൺ ദിനം. ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ആണ് ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക. ഇത് ഈ ഒരു ലെയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഒരു ലെയറിനെ നമ്മൾ എന്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടത്, ഇങ്ങനെ കുറെ അവയർനെസ് ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഇങ്ങനെ ആചരിച്ചു തുടങ്ങുന്നത്. ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി പല ടൈപ്പ് മലിനീകരണം ഉണ്ട് അല്ലെ, വിവിധ തരം മലിനീകരണങ്ങൾ നമുക്ക് നോക്കാം. അന്തരീക്ഷ മലിനീകരണം, അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായിൽ കലരുന്നതാണ് ഏതെന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായിട്ടുള്ള സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥേൻ എന്നിവ അന്തരീക്ഷത്തിനെ എന്താക്കുന്നുണ്ട്? മലിനമാക്കുന്നുണ്ട്. നോക്കിക്കേ, ഇങ്ങനെ പല രീതിയിൽ നമ്മളിപ്പം വോൾക്കാനിക് ഇറപ്ഷൻസും, പിന്നെ നമ്മൾ ഈ ഒരു ആഘോഷങ്ങളിലൊക്കെ ഇങ്ങനെ അല്ലെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നതും, പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നതും, പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് തീ കത്തിക്കുന്നതും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനിലേക്ക് കാരണമാകാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസിന്റെ എമിഷൻ ഒക്കെ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള പൊല്യൂഷൻസിലേക്ക് നയിക്കുന്നുണ്ട്. ഈ ഇങ്ങനെ വരുന്ന ഇതിന്റെ ഒരു ഫലമായിട്ട് വന്നതാണ് നമ്മുടെ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് അല്ലെ, ആസിഡ് റെയിൻ, അമ്ലമഴ എന്ന് പറയുന്നത്. ഈ ആസിഡ് റെയിൻ എന്താണ്? കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിവ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ഗ്യാസസുകൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം, അതായത് നമ്മുടെ റെയിനോടൊപ്പം കലരുമ്പോൾ വെള്ളത്തിന് എന്തുണ്ടാകുന്നുണ്ട്? അസിഡിക് സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. ഈ ആസിഡ് സ്വഭാവം കൈവന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 5ൽ കുറവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? അമ്ലമഴ എന്ന് പറയും. അപ്പൊ ആ മഴവെള്ളത്തിന്റെ pH
അഞ്ചൽ കുറയുമ്പോൾ അതിന് നമുക്ക് ഏതെന്ന് പറയാം, ആസിഡ് റെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് സ്മോഗ് എന്ന് പറയുന്നത്? ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളാണ് ഈ ആസിഡ് റെയിനും സ്മോഗും ഒക്കെ. ഈ സ്മോഗ്, പുകമഞ്ഞ് എന്താണ്? പുകയും മൂടൽ മഞ്ഞും അല്ലെ സ്മോഗ്. ഈ സ്മോയും ഇതിന്റെ കൂടെ ചേർക്കുന്ന ഫോഗിന്റെ ഓഗും കൂടെ ചേർക്കുന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും? നിറയും. ഇവ മഞ്ഞുമായി കലർന്നിട്ട് എന്തായിട്ട് മാറും? പുകമഞ്ഞ്, സ്മോഗായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് വിവിധതരം മലിനീകരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നോക്കുന്നതാണ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നുണ്ട്. ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ജലമലിനീകരണം. മണ്ണ് മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഇ വേസ്റ്റ് തുടങ്ങിയവ മണ്ണിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയും പരിസ്ഥിതിയും എന്ത് ചെയ്യുന്നുണ്ട്? ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഇ വേസ്റ്റുകൾ അല്ലെ, കുറെ വേസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ പല പല ഇൻഡസ്ട്രീസ് എന്നൊക്കെ തള്ളുന്നത് ഒക്കെ മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുത്തുന്നുണ്ട്. അതാണ് മണ്ണ് മലിനീകരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് സൗണ്ട് പൊല്യൂഷൻ? ശബ്ദ മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായിട്ടുള്ള ശബ്ദം പരിസര പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇതിലെല്ലാം നോക്കുമ്പോൾ സസ്റ്റൈനബിൾ, അതായത് ഭാവി തലമുറയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു പൊല്യൂഷനോ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ അല്ലെ റോബർട്ട്സ്മാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഭൂമിനെ രക്ഷിക്കും എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ജീവിച്ചങ്ങ് കഴിയും അല്ലെ, നമ്മൾ ജീവിച്ച് നമ്മുടെ ഈ ഭൂമി അങ്ങ് നമ്മുടെ ജീവിതം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാലും ഭാവിയിൽ നമുക്കൊരു തലമുറ വരും, അവർക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണ്, ഈ ഭൂമിയിലെ റിസോഴ്സസ് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഇതെല്ലാം പൊല്യൂട്ട് ചെയ്ത് ഇവിടെ നശിപ്പിച്ചിട്ട് നമ്മൾ പോയി കഴിയുന്നത് അതൊരു തെറ്റാണല്ലേ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിര വികസനം. ഇപ്പൊ നമ്മൾ ഈ മരങ്ങളൊക്കെ അനാവശ്യമായിട്ട് വെട്ടി നശിപ്പിക്കുന്നു. ഭാവിയിലും വരുന്ന ജനറേഷന് അല്ലെ, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് വേണം? ഇതൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അത് അവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയുടെ റിസോഴ്സസ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ആ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സുസ്ഥിര വികസനം എന്ന് പറയാൻ പറ്റും. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരം തമ്മിലുള്ള സന്തുലിത അവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈവരിക്കാൻ പറ്റും. വിഭവങ്ങൾ പുനർചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, എന്തൊക്കെ റീയൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങളാണ് ഈ പറയുന്നത്. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യം. വർഷം ഓർക്കുക, 2030 നമ്മൾ എന്ത് ചെയ്യുക? ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഇത് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതായത് സസ്റ്റൈനബിൾ ഗോൾസ് ഉണ്ട്. നമുക്ക് ഈ ഒരു 17 ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വർഷത്തോടു കൂടിയാണ്? 2030 കൂടി. ഇതിൽ നമ്പർ 1 എന്ന് ഇപ്പൊ 17 എണ്ണം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് നോ പോവർട്ടി അല്ലെ, പോവർട്ടി വേണ്ട. 0 ഹങ്കർ. 2 എന്ന് പറയുന്നത് 0 ഹങ്കർ. 3 എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. 4 എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG 3 നമ്പർ 3 എന്താണ്? നമ്പർ 4 എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്പർ 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. നമ്പർ 5 ജെൻഡർ ഇക്വാലിറ്റി ആണ്. നമ്പർ 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. നമ്പർ 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. നമ്പർ 8 ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നമ്പർ 9 ഏതാ പറയാ? ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. അതുപോലെ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. 11 പറയുന്നത്. 12 പറയുന്നത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13 ക്ലൈമറ്റ് ആക്ഷൻ. 14 ലൈഫ് ബിലോ വാട്ടർ. 15 ആണെങ്കിലോ ലൈഫ് ഓൺ ലാൻഡ്. 16 പീസ് ആൻഡ് ജസ്റ്റിസ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് 16 പറയുന്നത്. 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. അങ്ങനെ 17 ഗോൾസുകളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഈ ഒരു ക്ലാസ്, അതായത് ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ചതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊല്യൂഷന്റെയോ കാലാവസ്ഥാ വ്യതിയാനത്തിനെ സംബന്ധിച്ച് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലാസ് അല്ല. വെറും SCERT പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആ ടേബിൾ ആണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്തായിരുന്നു, റിയോ ഭൗമ ഉച്ചകോടി എന്തായിരുന്നു, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തായിരുന്നു. ഇതിൽ തന്നെ കഴിഞ്ഞ KS എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആ ഗോൾസിന്റെ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എന്താണ് അവര് അവിടെ അർത്ഥം, മോൺട്രിയൽ പ്രോട്ടോകോളിൽ അവർ എന്ത് കുറയ്ക്കാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ റിയോയിൽ നടന്നിട്ടുള്ള ഭൗമ ഉച്ചകോടി, ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വ്യക്തമായി പഠിക്കുക. അപ്പൊ ഇതൊരിക്കലും എന്താ പറയുക, ഒരു പൊല്യൂഷൻ കംപ്ലീറ്റ് ആക്കിയെന്ന് ഞാൻ പറയുന്നില്ല. SCERT കൊടുത്തിട്ടുള്ളതിനെ എല്ലാം കൂടി ഒന്ന് എന്താണ് ക്രോഡീകരിച്ച് മാത്രമാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്നത് SCERT 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, SCERT 11ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ, SCERT 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററും, SCERT 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ഈ ഒരു ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റേഴ്സിൽ കൂടിയൊക്കെ നിങ്ങളും കൂടി ഒന്ന് നോക്കുക, ആ ടേബിൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത വേൾഡ് ജോഗ്രഫിയുടെ ഒരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം.